സ്ക്രീൻ കാണാവോ? കാണാം അച്ഛൻ. യെസ്, ആക്ച്വലി നമ്മൾ ലാസ്റ്റ് സ്റ്റഡിയിലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് മോഹത്തെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം വരുമ്പോൾ നമ്മൾ 17th വേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സോ പാപം എന്നിൽ വസിക്കുന്നു. പാപം ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. എന്നാൽ 18ാം വചനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. For I know that nothing good lives in me എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So nothing good lives in me, that is in my flesh, in my body. For the willingness is present in me, but doing of good is not എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ ഇത് വലിയ ഒരു പോരാട്ടമാണ്, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒരു പോരാട്ടമാണ്. അതായത് എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, അത് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, എന്നാൽ പ്രവർത്തിക്കുന്നതോ ഇല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. The wishing is present to me, but doing is good is not എന്നാണ്. അതായത് നമ്മൾ മാനസാന്തരപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാണ്. സോ അതുകൊണ്ട് നമുക്കൊരു ആഗ്രഹമുണ്ട് നന്മ ചെയ്യണം എന്നുള്ളത്. So we have been converted Christians. We have a desire to do good. So എന്താണ് നന്മ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ദൈവഹിതം ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. മനസാന്തരപ്പെടാത്ത വ്യക്തിയേക്കാൾ മാനസാന്തരപ്പെടുന്ന വ്യക്തി കൂടുതലായിട്ട് ഈ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെടാത്ത വ്യക്തികൾക്ക് അങ്ങനെ ഉള്ള ഒരു ആഗ്രഹം വരാൻ ചാൻസസ് വളരെ കുറവാണ്. So that means you are better than the converted person who has no desire to do God's will. അൺകൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് ദൈവത്തിന്റെ ഹിതം ചെയ്യണം എന്നുള്ള ആഗ്രഹം തീരെ കുറവാണ്. എന്നാൽ ഈ കൺവേർട്ടഡ് എന്ന് പറയുമ്പോൾ മതത്തിൽ നിന്ന് മതത്തിലേക്ക് മാത്രമല്ല, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു കൺവേർഷനെ കുറിച്ചാണ്. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ്, മാനസാന്തരത്തിന്റെ ഒരു അനുഭവമാണ്, റിപ്പൻറ്റൻസിന്റെ ഒരു അനുഭവമാണ്. അങ്ങനെ ആ റിപ്പൻറ്റൻസ്, ആ മാനസാന്തരം, ഒരു ഉള്ളിന്റെ ഉള്ളിൽ പുതിയ സൃഷ്ടിയുടെ അനുഭവമുള്ള വ്യക്തിയെ കുറിച്ചാണ് ഈ കാര്യം പറയുന്നത്. എന്താണ് ഇവിടെ? അവർക്ക് നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. I am a converted person. I am a born again person. I desire to do what is good. What is God's will? ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്, ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്. നന്മ ചെയ്യാൻ, ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So I am not like a godless person or an unconverted person who don't do God's will. ഞാൻ ജാതികളെ പോലെ, ദൈവമില്ലാത്തവരെ പോലെ, മാനസാന്തരം പെടാത്ത വ്യക്തികളെ പോലെ നന്മ ചെയ്യാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് നന്മ ചെയ്യാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. എന്താണ് പ്രശ്നം? ബട്ട് മൈ നേച്ചർ, മൈ ഫ്ലെഷ് ഈസ് സോ കറപ്റ്റ് and I do not know how to be free from it. I do not know how to do what is good.
അതാണ് പ്രശ്നം. ഞാന് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, പുതിയ സൃഷ്ടിയായിട്ടുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ എന്നിൽ പാപം വസിക്കുന്നു. എന്റെ ജഡത്തിൽ, എന്റെ ശരീരത്തിൽ പാപം വസിക്കുന്നു, എന്റെ ഉള്ളിൽ പാപം വസിക്കുന്നു. അപ്പൊ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. എന്റെ സ്വഭാവം, എന്റെ ശരീരം വളരെ ദുഷിച്ചതാണ്. സോ ഇതിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രനാകണം? സോ ഹൗ ഐ ഷുഡ് ബി ഫ്രീ ഫ്രം ദിസ്? എങ്ങനെ രക്ഷപ്പെടണം? സോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്ങനെ നന്മ ചെയ്യണം, എങ്ങനെ ദൈവഹിതം ചെയ്യണം എന്ന് ഞാൻ അറിയുന്നില്ല. കാരണം ആഗ്രഹമുണ്ട് ഉള്ളിൽ, മൈൻഡ് ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്, എന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ 19-20 വചനങ്ങളിലേക്ക് വരുമ്പോൾ, 19-20 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, സോ ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാതെ തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നത്. So for the good that I want to do, I do not do, but I practice the very evil that I do not want. So നമുക്ക് ആഗ്രഹമുണ്ട്, നന്മ ചെയ്യാനുള്ള ഇച്ഛയുണ്ട്. ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നന്മ ചെയ്യണം എന്നുള്ള മനസ്സുണ്ട്. എന്നാൽ അത് ഡിസയർ മാത്രമാണ്. എന്റെ ആക്ഷൻസ് എല്ലാം അതിന് ഓപ്പോസിറ്റാണ്. കാരണം ഞാൻ ഇച്ഛിക്കാതെ തിന്മയാണ്, ഞാൻ ആഗ്രഹിക്കാതെ തിന്മകളാണ്, ഞാൻ ഒരിക്കലും ഊഹിക്കാതെ പാപങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിൽ ആഗ്രഹിക്കുന്ന പോലെ നന്മ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത്. സോ എന്തോ ഒരു കോൺട്രഡിക്ഷൻ. സോ 20-ാം വചനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ വസിക്കുന്ന പാപം അത്രേ. But if I am doing the very thing I do not want to do, I am no longer the one doing it, but the sin which lives in me എന്നാണ് പറയുന്നത്. The sin which lives in me. So എന്താണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? I know where the trouble is. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. കുഴപ്പം, പ്രശ്നം എവിടെയാണെന്ന് എനിക്കറിയാം. അപ്പൊ കുഴപ്പം പാപമാണ്, പ്രശ്നം പാപമാണ്. The sin is inside of me. The sin lives in me. പാപം എന്നിൽ വസിക്കുന്നു, പാപം എന്നിൽ ഉണ്ട് എന്നാണ്. അപ്പൊ ശരിക്കും ഈ പള്ളി പോകുന്ന, കുർബാന കൊള്ളുന്ന, ഇവ ലെന്റ് സീസൺ ആഘോഷിക്കുന്ന, ഈസ്റ്റർ ആഘോഷിക്കുന്ന, ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുന്ന, ക്രിസ്മസ് ആഘോഷിക്കുന്ന, കൺവെൻഷനുകളിൽ പോകുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ള ഒരു പോരാട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശരിക്കും ഉള്ളിൽ ആർ വസിക്കുന്നു? എന്റെ ഉള്ളിൽ ആറുണ്ട്? എന്നിൽ വസിക്കുന്ന പാപം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ ഉള്ളിൽ പാപമുണ്ട്, എന്റെ ഉള്ളിൽ പാപമാണ് വസിക്കുന്നത്. സിൻ ഈസ് ലിവിങ് ഇൻ മീ. അപ്പൊ പാപം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനം ഉള്ളിൽ പാപത്തെ വെച്ചുകൊണ്ടാണ്, അവരുടെ ഉള്ളിൽ പാപം വസിക്കുന്നു. ആ വസിക്കുന്ന പാപം കൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആഘോഷിക്കുന്നത്, കൊണ്ടാടുന്നതെല്ലാം. സോ ഇവിടെ പറയുന്നു,
Who is inside of you is the question. നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. സോ ആരുണ്ട് എൻ്റെ ഉള്ളിൽ? ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ വചനമാണ്, അല്ലെങ്കിൽ പാപമാണ്. സോ ആരാണ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നല്ല ഒരു ബിലീവറാണ്. സോ സ്റ്റിൽ the sin that lives in me forces me to do things in its own ways. Sin forces me to do its own things. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്റെ ഉള്ളിൽ പാപം വസിക്കുന്നു. അത് അതിൻ്റെതായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്നത്. സോ പാപം എന്നെ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ പാപം വസിക്കുന്നു. ഈ പാപം എന്നെ നിർബന്ധിക്കുന്നു, എന്നെ ഫോഴ്സ് ചെയ്യുന്നു. അതിൻ്റെതായ രീതിയിലാണ് അത് ഫോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അത് ഫോഴ്സ് ചെയ്യുന്നത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, പാപം ആഗ്രഹിക്കുന്ന തിന്മയാണ് ചെയ്യാൻ എന്നെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത് പുറമെ കാണുന്നതല്ല, അകമേ വസിക്കുന്നതാണ്. സോ മനുഷ്യന്റെ റിയൽ കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത് പുറമെ അദ്ദേഹം ആറാകുന്നു. ദ ഡ്രൈവിംഗ് ഫോഴ്സ് അതല്ല. ആക്ച്വലി ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ആർ വസിക്കുന്നു, അതാണ് റിയൽ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും he will be the driving force. പാപം എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്നാൽ പുറമേ ഞാൻ ഒരു ആത്മീയ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പാപമാണ് എന്നെ നിർബന്ധിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, കാര്യങ്ങൾ നടത്തുന്നത്. So sin is using the members of my body as its instruments. Sin forces me to do the things which I do not want to do. ഈ പാപം എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ, ശരീരത്തിന്റെ ഓരോ ഭാഗത്തെ അതിന്റെ ഉപകരണങ്ങളായി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ വേറെ ഒരു നിയമമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാപത്തിന്റെ നിയമം. ആ പാപത്തിന്റെ നിയമം, ആ പാപം എന്നുള്ള ഒരു ശക്തി, ഇല്ലെങ്കിൽ ആ പാപം എന്നുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരീരത്തിന്റെ അവയവങ്ങളെ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട്, അതിന്റെ ഉപകരണങ്ങളായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഉപകരണങ്ങൾ അല്ല, ഞാൻ ഇച്ഛിക്കുന്ന നന്മയെ ചെയ്യാനുള്ള ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് അല്ല. നമ്മൾ ഏത് ശരീരത്തിൽ വസിക്കുന്നോ ആ ശരീരത്തിന്റെ അവസ്ഥ, നമ്മൾ ഏത് ശരീരത്തിൽ നമ്മുടെ ശരീരം എന്ന് നമ്മൾ വിശ്വസിച്ച് ജീവിക്കുന്നു, ആ ശരീരത്തിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. നമ്മുടെ ശരീരത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാപം എന്നെ നിർബന്ധിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. It is like you want to keep a door of your heart, a door of your mind shut. അതായത് ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ, സോ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു വാതിൽ, മനസ്സിന്റെ ഒരു വാതിൽ, കണ്ണിന്റെ ഒരു വാതിൽ, ചെവിയുടെ ഒരു വാതിൽ, വായുടെ ഒരു വാതിൽ അടച്ചിടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? But you can't keep that door shut because somebody who is stronger than you is pushing it open.
അതായത് നമുക്ക് അതെല്ലാം അടച്ചിട്ട് മാന്യമായിട്ട് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് ഈ മുറികളെ സൂക്ഷിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നെക്കാട്ടിലും നിങ്ങളെക്കാട്ടിലും ശക്തനായ ഒരാൾ ആ വാതിലുകളെ തള്ളി തുറക്കുന്നു. ആ ശക്തനായവൻ തുറക്കുന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ആ വാതിൽ അടച്ചിടാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല. കാരണം പാപം നമ്മളെക്കാട്ടിലും ശക്തനാണ്, ശക്തിയേറിയതാണ്. പാവം ഫോഴ്സ്ഫുള്ളി തുറക്കുമ്പോൾ നമുക്ക് അടച്ച് പിടിച്ച് ആ വാതിലിനെ ഇരുത്താൻ പറ്റത്തില്ല. അതാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. The willingness to overcome sin is there, but there is no ability to overcome it. There is no power. There is no strength to overcome it. There is no power to overcome the power of sin. ഈ പാപത്തെ ജയിക്കാൻ, ഈ പാപത്തെ മറികടക്കാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. പക്ഷേ അതിനെ ജയിക്കാൻ, അതിനെ മറികടക്കാൻ, അതിനെ തോൽപ്പിക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ശക്തി, ആവശ്യമായ സാമർഥ്യം, ആവശ്യമായ കഴിവ് എനിക്കും നിങ്ങൾക്കും ഇല്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്പൊ പറയുന്നത്, എന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന്. Now I want to please the Lord. I am not able to please the Lord. I want to do the things in a way that glorifies God, but I can't do that. എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. കർത്താവിനെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. എന്നാൽ എനിക്ക് കർത്താവിനെ സന്തോഷിപ്പിക്കാനും കർത്താവിനെ പ്രസാദിപ്പിക്കാനും കഴിയുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അത് ചെയ്യാനുള്ള ഫലം എന്നിലില്ല. ഞാൻ ചെയ്യുന്നതൊന്നും ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യുന്നതൊന്നും 21 വചനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 21, 22 വചനങ്ങൾ വായിക്കുമ്പോൾ 21, 22 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു എന്നാണ്. So I find it to be the law that evil is present in me, the one who wants to do good എന്നാണ്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, തിന്മ എന്റെ പക്കൽ എപ്പോഴും ഉണ്ട്. അത് ഒരു പ്രമാണമായിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. So I want to do what is right, but I do what is wrong. Something within me forces me to do what I don't want to do. എനിക്ക് ശരിയായത് ചെയ്യാനാണ് ഇഷ്ടം, പക്ഷെ തെറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിലെ എന്തോ ഒന്നുണ്ട്, അത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്നു, ഫോഴ്സ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അതാണ് നന്മ ചെയ്യാൻ ഞാൻ ഇച്ഛിക്കുന്നു, എന്നാൽ ഞാൻ നന്മ ചെയ്യുന്നില്ല. കാരണം എന്റെ പക്കൽ ഒരു പ്രമാണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. I see this as a law operating in me or in the members of my body. ഇതിനെ ഞാൻ ഒരു നിയമമായിട്ടാണ്, ഒരു പ്രമാണമായിട്ടാണ് ഞാൻ കാണുന്നത്.
ഈ പ്രമാണം, ഈ നിയമം, ഈ ഒരു റൂൾ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ, ശരീരത്തിന്റെ അവയവങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏത് നിയമമാണ്, ഏത് പ്രമാണമാണ്, ഏത് റൂളാണ്, ഏത് ലോ ആണ് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് ലോ ആണ് നമ്മെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. 22-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. സോ ഉള്ളം കൊണ്ട്, ഫോർ ഐ ജോയ്ഫുള്ളി ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ഗാഡ് ഇൻ മൈ ഇന്നർ ലൈഫ് എന്നാണ് പറയുന്നത്. സോ ദ ഇന്നർ മാൻ, ഇന്നർ സെൽഫ്, ഇന്നർ ലൈഫിൽ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. സോ എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്? See, we have a flesh which is the picture of our old nature that makes us sin. We carry that old nature or old man within us till our death. So നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ പഴയ മനുഷ്യനുണ്ട്, പഴയ മനുഷ്യന്റെ പഴയ സ്വഭാവം അതിപ്പോഴും നമുക്കുണ്ട്. സോ നമ്മൾ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആയാലും അത് നമുക്കിപ്പോഴും ഉണ്ട്. അത് നമ്മെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെ മരിക്കുന്നത് വരെ കൊണ്ട് നടക്കേണ്ടി വരും. നമ്മൾ അതിനെ കൊണ്ട് നടക്കേണ്ടി വരും. ഈ പഴയ സ്വഭാവമുണ്ട്, പഴയ മനുഷ്യന്റെ സ്വഭാവം, ആ പാപത്തിലേക്ക് നയിക്കുന്ന സ്വഭാവം. സോ അതിനെ നമ്മൾ ഈ ലോകം വിട്ടിട്ട് പോകുന്നത് വരെ, ഇല്ലെങ്കിൽ ഈ ശരീരം വിട്ടിട്ട് പോകുന്നത് വരെ, മരിക്കുന്നത് വരെ അതിനെ നമ്മൾ കൊണ്ടു നടക്കണം. അത് ഒരു കാര്യമാണ്. എന്നാൽ മറ്റേ കാര്യം, another thing is, we also have the new nature planted within us, the new life, that the spark of eternal life, God's nature with us, so joyfully agrees with God's laws. അതായത് നമ്മുടെ ഉള്ളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പുതിയ ഒരു സ്വഭാവവും നമുക്കുണ്ട്. പഴയ സ്വഭാവമുണ്ട്, എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് പുതിയ സ്വഭാവമുണ്ട്. ആ പുതിയ സൃഷ്ടിയുടെ ഒരു സ്പാർക്കാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവൻ നമുക്കുണ്ട്. ദൈവത്തിന്റെ സാരൂപ്യത്തിന്റെ സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളോട് നമ്മൾ യോജിക്കുന്നു. പക്ഷേ എന്താണ് പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഒരു ഉദാഹരണത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ സാം, അതായത് സങ്കീർത്തനം 40:8 വായിക്കുമ്പോൾ അവിടെ ദാവീദ് ഒരു കാര്യമാണ് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ്. സോ ഐ ഡിലൈറ്റ് ടു ഡു യുവർ വിൽ, ഓ ഗാഡ് എന്നാണ് ദാവീദ് പറയുന്നത്. സോ ഇത് 40-ാം സങ്കീർത്തനം 8-ാം വചനത്തിലാണ് ദാവീദ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്, ദാവീദിന്റെ ഒരു ആഗ്രഹമാണ്. സോ എന്താണ് ആഗ്രഹം? എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുവാൻ എപ്പോഴും സന്തോഷിക്കുന്നു, പ്രിയപ്പെടുന്നു. അതാണ് എന്റെ ഇഷ്ടം. സോ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം.
സോ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ദാവീദ്, he couldn't do the will of God when temptation came. അതായത് ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ടെംപ്റ്റേഷൻ വന്നപ്പോൾ ദാവീദ് ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ കഴിഞ്ഞില്ല. So he saw the pretty woman, he just fell and committed sin. അവനൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ദാവീദ് വീണു പാപം ചെയ്തു. ആഗ്രഹമുണ്ട്, ദാവീദിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്നാൽ ഒരു പരീക്ഷ വന്നപ്പോൾ, ഒരു ടെംപ്റ്റേഷൻ വന്നപ്പോൾ, ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? സോ ആ ആഗ്രഹമുണ്ട്, എന്നാൽ അത് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. സോ willingness is there, but there is no ability to do that. Ability to do the will of God. ദൈവഹിതം ചെയ്യാൻ മനസ്സുണ്ട്. മനസ്സിൽ ദാവീദ് ആഗ്രഹിച്ചു, മനസ്സൊരുക്കമുണ്ട്, പക്ഷേ സാമർഥ്യമില്ല, ശക്തിയില്ല, കഴിവില്ല. സോ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ലൈഫ് അണ്ടർ ദ ലോ ഓർ അണ്ടർ ദ ഓൾഡ് കവനന്റ്. അതായത് ഇവിടെ പ്രശ്നം മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ കീഴിൽ ഉള്ളവർക്ക്, അതായത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം he was a Pharisee, he strictly followed the whole testament, the law of Moses. വളരെ സീരിയസ് ആയിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പഠിച്ച് പ്രമാണിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇത് പറയുന്നത്. So many people wanted to do God's will in the Old Testament, but they could not keep that 10th commandment. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ ധാരാളം ആളുകൾ, ദൈവദാസന്മാർ ഉണ്ടായിരുന്നു. അതെല്ലാം ആഗ്രഹിച്ചതാണ്. എന്നാൽ അവർക്ക് മോഹിക്കരുത് എന്നുള്ള 10ാം കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം റോമന്റെ 7:7 അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാട് മറുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. What shall we say then? Is the law sin? Certainly not. On the contrary, if it had not been for the law, I would not have recognized sin, or I would not have known about coveting if the law had not said, you shall not covet. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം? അതായത് the 10th commandment caught Paul. He could not keep it. 10ാം കൽപ്പന അപ്പോസ്തലനായ പൗലോസിനെ പിടികൂടി, അത് പിടിച്ചു, അത് മുറുക്കി. പൗലോസിനെ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. So he wanted to keep the 10th commandment. He desired to keep the 10th commandment, but he could not able to keep the 10th commandment. ആ 10ാം കൽപ്പന പാലിക്കാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷേ അത് പാലിക്കാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞില്ല. So he wanted to do God's will joyfully. So God's will in relation to giving tithe. He wanted to give tithe joyfully. He gave tithe, but not joyfully.
അപ്പൊ ദൈവഹിതം സന്തോഷത്തോടെ ചെയ്യാൻ പൗലോസ് ആഗ്രഹിച്ചു. ഒരുപക്ഷം ദശാംശം നൽകുന്ന കാര്യത്തിലായിരിക്കാം. സന്തോഷത്തോടെ ദശാംശം നൽകാനാണ് അവൻ ആഗ്രഹിച്ചത്. സോ പൗലോസ് സത്യമായിട്ട് ശരിക്കും ദശാംശം കൊടുത്തു. പക്ഷേ അത് സന്തോഷത്തോടെ ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. So അതായത് we see here Paul is very honest in this chapter. He honestly shares about his struggle, and it is so helpful to people like us because we go through the same struggle. അപ്പോസ്തലനായ പൗലോസ് വളരെ സത്യസന്ധനാണ്. അത് നമുക്ക് ഈ അധ്യായത്തിൽ കൂടി അപ്പോസ്തലനായ വചനങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഇന്ന് ഏത് പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, അതേ പോരാട്ടം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പോരാട്ടത്തെ കുറിച്ചാണ് സത്യസന്ധമായി ഈ അധ്യായത്തിൽ പങ്കുവെക്കുന്നത്. നാമും അതേ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു സ്ട്രഗിൾ, അപ്പോസ്തലനായ പൗലോസിന്റെ ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ഹാനസ്റ്റ് ഷെയറിങ്, ഈ ഒരു ഹാനസ്റ്റ് കൺഫെഷൻ നമുക്ക് വളരെ സഹായകരമായിരുന്നു. ഈ അപ്പോസ്തലനായ പൗലോസ് 23-ാം വചനത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നാണ്. But I see a different law and a rule of action in the members of my body, waging war against the law of my mind and subduing me and making me a prisoner of the law of sin which is within my members എന്നാണ് അപ്പോസ്തലനായ പൗലോസ് 23-ാം വചനത്തിൽ പറയുന്നത്. സോ അതായത് അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു, എന്റെ ശരീരത്തിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന്, എന്റെ അവയവങ്ങളിൽ, എന്റെ ശരീരത്തിൽ പാപത്തിന്റെ പ്രമാണമുണ്ട്. ആ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നാണ്. So there is God's law and I agree with that God's law. ദൈവത്തിന്റെ പ്രമാണമുണ്ട്, ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തോട് യോജിക്കുന്നു. സോ അതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. Even though I agree with God's law, I find another law in the members of my body. ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തോട് നിയമത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും എന്റെ ശരീരത്തെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ മറ്റൊരു നിയമം പ്രവർത്തിക്കുന്നതാണ് ഞാൻ കാണുന്നത്. This law wages war against my mind, and the law wins the fight and makes me slave to sin. That law is still within me എന്നാണ് പറയുന്നത്. അതായത് ഈ നിയമം ഏത് നിയമമാണ്? എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, പാപത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിയമമുണ്ടല്ലോ, ഈ പ്രമാണമുണ്ടല്ലോ, എന്റെ മൈൻഡിന് എതിരെ യുദ്ധം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാരണം ഞാൻ നന്മ ഇച്ഛിക്കുന്നു. എന്റെ മൈൻഡ് നന്മയാണ് ചിന്തിക്കുന്നത്, നന്മയാണ് ഇച്ഛിക്കുന്നത്. എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്റെ മൈൻഡിനോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. പകരമായിട്ട് അത് പാപത്തോടാണ്, പാപത്തിന്റെ നിയമത്തോട്, പ്രമാണത്തോടാണ് അത് കോപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ പ്രമാണം എന്റെ മൈൻഡിനെതിരെ യുദ്ധം ചെയ്യുന്നു. ആ നിയമത്തിന്റെ യുദ്ധത്തിൽ വിജയിക്കുന്നത് നിയമമാണ്. ആ നിയമം യുദ്ധത്തിൽ വിജയിക്കുകയും
എന്നെ പാപത്തിന് അടിമയാക്കുകയും ചെയ്യുന്നു. ഈ പ്രമാണം എപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയും. സെയിം സ്ട്രഗിൾ ആണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. In my mind or in my heart, I want to be God's willing servant. But I find that I am a slave to sin. The members of my body are slaves to sin. എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും ഞാൻ ദൈവത്തിന്റെ ദാസനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യൽ, ദൈവത്തിന്റെ കൽപ്പനകളോട് ദൈവത്തോട് അനുസരണം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ പാപത്തിന് അടിമയാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. കാരണം എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ പാപത്തിന് അടിമകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. സോ ശരീരം, the inside man and outside man, ഇവർ തമ്മിൽ ഒരു ഒരു യുദ്ധം, എപ്പോഴും പോരാട്ടം നടക്കുന്നു. അപ്പൊ അകമയുള്ള മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതല്ല പുറമേയുള്ള മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യൻ ചെയ്യുന്നത് വേറെയാണ്, കണ്ണുകൊണ്ട് കാണാത്ത മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് വേറെയാണ്. ഇത് ഭയങ്കര പോരാട്ടത്തിലാണ്. So there is war going on in everyone's life and we all understand this war. So എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ശരിക്കും മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സ്ട്രഗിൾ, ഈ ഒരു യുദ്ധം, ഈ ഒരു പോരാട്ടം ഉണ്ട്. And the war is, what is that war? In my mind, I want to do God's will, but there is another law, the law of sin, which is operating in the members of my body. യുദ്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിൽ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മറ്റൊരു നിയമമുണ്ട്, അത് പാപത്തിന്റെ നിയമം. അത് എൻ്റെ ശരീരത്തിലെ അവയവങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. So because of the power of the law of sin, selfishness, pride, arrogance, speaking rudely, lusting with my eyes have become my habits. So പാപനിയമത്തിന്റെ ശക്തി കാരണം എന്താണ് സംഭവിച്ചത്? സ്വാർത്ഥത, അഹങ്കാരം, പൗരുഷമായി സംസാരിക്കുന്ന ഒരു സ്വഭാവം, മോഹിക്കുന്നത്, മോഹത്തിന്റെ കണ്ണുകൾ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ശീലങ്ങളായി മാറിയിരിക്കും. അതെല്ലാം ശീലങ്ങളായി പോകും. അത് ശീലങ്ങളായി മാറാൻ കാരണം എന്താണ്? The law of sin ആണ്. അതാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. So here is the child of God who wants to do what is right and ends up doing what is wrong. ദൈവത്തിന്റെ പൈതൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നന്മ ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കും. 24-25 വചനങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഈ കാരണം കൊണ്ട് അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനു അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു എന്നാണ് പറയുന്നത്. Wretched and miserable man that I am, who will set me free from this body of death? Thanks be to God through Jesus Christ our Lord. So then, on the one hand,
I myself with my mind serve the law of God, but on the other, with my flesh, എന്താണ്, I serve the law of sin എന്നാണ്. സോ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? So here Paul says, on one hand, my mind, ഇല്ലെങ്കിൽ my inner life or inner man serves the law of God. On the other hand, my flesh serves the law of sin. അപ്പൊ ഇച്ഛിക്കുന്നത് നന്മ, പ്രവർത്തിക്കുന്നത് തിന്മ. So here Paul says that the law of sin will be there till I die. അതാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? Who will set me free from this body of death? അപ്പൊ ഈ ശരീരം, the body of death, മരണത്തിന് അധീനമായ ശരീരം, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നമ്മൾ മരണം വരുന്നത് വരെ ജീവിക്കണം. But till our death we cannot eradicate our flesh or the body, and this body or this flesh will be with us till our death. So ഈ ശരീരം മരണത്തിന് അധീനം, ഈ ശരീരം അവസാനം വരെ നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ, then automatically lust in our flesh will remain there. So such kind of sins will not be eradicated. So അങ്ങനെയുള്ള പാപങ്ങളെ നമുക്ക് അതിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, നമ്മൾ മരിക്കുന്നത് വരെ ഈ അവസ്ഥയിൽ തന്നെ, ഈ പോരാട്ടത്തിൽ തന്നെ നമ്മൾ കടന്നു പോകണോ? അല്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം. But there is power to be free from them. There is power to set us free from the law of sin. We can overcome them. God gives us the ability to do His will. God gives us ability or power to overcome them. And that is the spirit of the new covenant. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും എന്താണ് വ്യത്യാസം? Not only the willingness, but we get the power to fulfill that willingness. അതാണ് പുതിയ നിയമത്തിന്റെ വിശേഷത, പുതിയ നിയമത്തിന്റെ സ്പെഷ്യാലിറ്റി, പുതിയ നിയമത്തിന്റെ വീക്ക്നെസ് എന്ന് പറയും. So in Romans 7, Paul is saying God has given him a desire to do God's will, but he doesn't have the ability to do that God's will. അപ്പോസ്തലനായ പൗലോസ് 7-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ദൈവം നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എനിക്ക് തന്നു, എന്നാൽ I had no ability to do that God's will. ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള ശക്തി, സാമർത്ഥ്യം, ബലം എന്നിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് he was always falling and falling and falling. എപ്പോഴും ഒരു വീഴ്ചയായിരുന്നു. വീണു മടുത്തു. ഈ ഡിഫീറ്റഡ് ലൈഫ് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് മടുത്തു. സോ നമ്മൾ ഇവിടെ ആയിരിക്കുന്ന പലരും ഈ ഡിഫീറ്റഡ് ലൈഫ് കൊണ്ട് മടുത്തവരാണ്. ദൈവമേ, എനിക്ക് എപ്പോഴാണ് ജയം കിട്ടുന്നത് എന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് പുതിയ നിയമത്തിൽ സാധിക്കും, എന്നാൽ പഴയ നിയമത്തിൽ സാധിക്കുകയില്ല. സോ അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ, എബ്രായർ 8, 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പഴയ നിയമം. കുറവില്ലാതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്.
ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചു മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്കും ജനമായും ഇരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമ്മുടെ ഇവിടെ 10ാമത്തെ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ എന്താണ് 10ാമത്തെ വചനം എന്ന് ചോദിച്ചാൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെ ആയിരിക്കും. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്നാണ് പറയുന്നത്. സോ എന്താണ് ഇവിടെ പറഞ്ഞത്? The law was written externally on 2 tablets of stone. ഈ 10 കൽപ്പനകളും ഇല്ലെങ്കിൽ ന്യായപ്രമാണം ഈ കല്ലിന്റെ ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലാണ് അത് എഴുതിയത്. ഇറ്റ് വാസ് നോട്ട് റിട്ടേൺ ഇന്റേർണലി ഇൻ പീപ്പിൾസ് ഹാർട്ട്. അപ്പൊ കല്ലിന്റെ പലകമേലാണ് അത് എഴുതിയത്, മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് എഴുതിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. In the new covenant, God says what was written externally now will be written internally. ഇപ്പൊ പുതിയ നിയമത്തിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കല്ലിന്റെ ടാബ്ലറ്റ്സിന്മേൽ എഴുതിയ അതേ നിയമം ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ എഴുതാൻ പോകുന്നു എന്നാണ്. Those tablets of stones are submitted to the fingers of God. അപ്പൊ ആ 2 കല്ല് ടാബ്ലറ്റ്സ് പലകകളും കർത്താവിന്റെ വിരലുകൾക്ക് അധീനമായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. സോ അതുപോലെ തന്നെ കർത്താവ് തന്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതാൻ വേണ്ടി ആ സ്റ്റോൺ ടാബ്ലറ്റ്സ് എങ്ങനെ സമ്പൂർണമായിട്ട് കർത്താവിന്റെ നിയന്ത്രണത്തിലായിരുന്നു നമ്മുടെ ഹൃദയം, അതുപോലെ കർത്താവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. സോ അപ്പോഴാണ് ദൈവത്തിന്റെ കരം നമ്മുടെ ഹൃദയത്തിൽ വരികയും ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതുകയും സാധ്യമാകുന്നു. So now God is going to do the same thing inside of my heart and your heart. God says, when I do it inside your heart, when I put my laws into your mind, or when I write them in your heart, then I will be your God. അപ്പൊ ഈ കൽപ്പനകൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ, നിങ്ങളുടെ മൈൻഡിന്റെ ഉള്ളിൽ എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. In practical terms, God is going to give me a deep desire to do God's will. At the same time, He is giving ability to do that will. So then it solves my problem. കാരണം ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ, എബിലിറ്റി ഇല്ല. എന്നാൽ ദൈവം എന്നിൽ ഇടപെടുമ്പോൾ, എൻ്റെ മൈൻഡിൽ ഇടപെടുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ വില്ലിങ്നെസ് മാത്രമല്ല, അതിനെ ഫുൾഫിൽ ചെയ്യാനുള്ള ശക്തിയും എബിലിറ്റി, സാമർത്ഥ്യം എന്നിൽ വരും, ദൈവം തരും. അപ്പോൾ എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക്, ഈ പോരാട്ടങ്ങൾക്ക് ജയം, ഉത്തരം കിട്ടും എന്നാണ്. So the new covenant solves this problem. The God who gave me the desire to do His will also gave me ability to do His will. അതാണ് പുതിയ നിയമത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവസാനം നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:13 വായിക്കുമ്പോൾ അതിലിങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ,
For it is God who is effectively at work in you. See, for it is God who is effectively at work in you, both to will and to work, that is, strengthening, energizing, and creating in you the longing and the ability to fulfill His purpose. അതാണ് ഇവിടെ പറഞ്ഞത്, both to will and to work for His good pleasure എന്നാണ്. മുൻപ് ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ഇപ്പോൾ ക്രിസ്തയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർത്തു എന്നാണ്. സോ നമ്മൾ സമീപസ്ഥരായി, അതിന്റെ കാരണം എന്താണ്? സമീപസ്ഥരായത് കൊണ്ട് ഇതുവരെ ലഭിക്കാത്ത ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു എബിലിറ്റി, ഒരു പവർ നമ്മുടെ ഉള്ളിൽ വരും. അതുകൊണ്ട് നമ്മൾ ഈ പോരാട്ടത്തിന്മേൽ ജയം നേടി പാപത്തിന്റെ നിയമത്തിൽ നിന്ന്, മരണത്തിന്റെ നിയമത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ നിയമത്തിൽ നിന്ന്, ശരീരത്തിന്റെ നിയമത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. സോ ഇവിടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ 7-ാം അധ്യായം ഇവിടെ പൂർത്തിയായി. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?